കേക്കാലോ? കേൾക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. സ്ക്രീൻ കാണാവോ? കാണുന്നുണ്ട്. ഇതായിരിക്കും നമ്മുടെ എക്സ്റ്റീരിയർ വരിക. ഒന്ന് സൂമാക്കോ. ബോക്സ് ടൈപ്പ് അല്ലേ ഇത്? ഇത്തിരി സൗണ്ട് കൂട്ടി പറയോ? ബോക്സ് ടൈപ്പ് അല്ലേ? അതെ അതെ അതെ. ഈ ഇപ്പുറ സൈഡിൽ നിന്ന് വ്യൂ എവിടാണ്? സൈഡിൽ നിന്ന്. ഓക്കെ. മറ്റേ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പൊ മോളില് സ്റ്റെയറില് എന്തോ? ബേവിൻഡോ. ബേവിന്റെ ഇപ്പറല്ലേ വരാ. അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. നമ്മള് താഴെ ഗ്ലാസ് കൊടുക്കാന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അത് സ്റ്റെയർ ഡൈനിങ്ങിന്റെ ഏരിയയിൽ അവിടെ അല്ലേ? അതെ ഡൈനിങ് ഏരിയ ഉള്ളിലേക്ക് വെളിച്ചം കിട്ടാൻ വേണ്ടിട്ട്. അപ്പം സ്റ്റെയറിന്റെ മേലെ ലാൻഡിങ് കൊടുക്കുമ്പോ ഗ്ലാസിന്റെ ഹൈറ്റ് എന്തേരം വരാ? ഉള്ളിലേക്ക് ലിൻഡർ ലെവലിലാണോ ലാൻഡിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അതിന്റെ ലെവല് വരും. അപ്പൊ അതിന്റെ താഴെ ഗ്ലാസ് നിൽക്കുക. താഴെ ഗ്ലാസ് വെക്കാൻ പറ്റും. ഓക്കെ. അല്ലെങ്കിൽ അവിടുത്തെ മറ്റേ വലിയ വിൻഡോ കൊടുക്കണം. 4 പാളി വിൻഡോ കൊടുക്കേണ്ടി വരും. അതാന്ന് തോന്നുന്നു ഇത്തിരി കൂടെ നല്ല. ഗ്ലാസ് കൊടുത്തിട്ട് ഒരു രസം തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ അത് അങ്ങനെ കൊടുത്താൽ മതി. 4 പാളി വിൻഡോ കൊടുത്താൽ മതി. മോള് കൊടുത്തിട്ടുണ്ടല്ലോ. എന്തോ? മോള് കൊടുത്ത സ്റ്റെയറിന്റെ അടുത്ത് കൊടുത്ത പോലെ തന്നെ. ഇവിടെ നമുക്ക് സ്റ്റെയറിന്റെ പൊസിഷൻ വരാ. അപ്പം ഇതാ ബേവിന്റെ ലാൻഡിങ്ങിന്റെ 210 അവിടെ ഒരു ബേവിന്റെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ താഴെ ഗ്ലാസ് വരുമ്പോഴേ കാണാൻ ഇതുണ്ടായില്ല അല്ലെ? അല്ലെങ്കിൽ അത് ഫുള്ളായിട്ട് കൊടുത്തേക്ക് പോറാവോ? അല്ലെങ്കിൽ വേവിന്റെ മാറ്റിയിട്ട് ഇവിടം വരെ ഗ്ലാസ് കൊടുത്തിട്ട് മറ്റേ ഒരു കട്ടിങ് വരത്തില്ലേ ഇവിടെ ലിൻഡർ ലെവലിന്റെ ഗ്യാപ്പ് അവിടെ നിർത്തിയിട്ട് പിന്നെ മേലോട്ട് ഗ്ലാസോ ജാളി വർക്കോ അല്ലെങ്കിൽ സാധാ വിൻഡോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. അപ്പൊ ഇത്തിരി കൂടി കട്ട് നിൽക്കും. ഇപ്പൊ വെട്ടം വേണോന്ന് പറഞ്ഞോണ്ട്, അല്ലെങ്കിൽ ഇവിടെ വിൻഡോ കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ബേബിന്റെ വെക്കുന്നുണ്ട്. എന്താ ചെയ്യണ്ടേ? ബേബിന്റെ വേണം അതോ നോർമല് താഴെ മേലെ ഒരു 3 ബൾബിന്റെ വിൻഡോ വെച്ചാൽ മതിയോ? അത് അങ്ങനെ ചെയ്താൽ മതി. ബേബിന്റെ ആവുമ്പോ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് അല്ലേ? ഇതങ്ങനെ ചെയ്താൽ മതി. ഇതിങ്ങനെ മതി. മതി. പിന്നെ ഇവിടെ ഇപ്പൊ നമ്മള് റൂഫ് ഫ്ലാറ്റ് ആയിട്ടാ കൊടുത്തേക്കുന്നത്. കൂര അങ്ങനെ എന്തെങ്കിലും വേണോ? കൂരയില്ല നമ്മള് ചെരിഞ്ഞു വരുന്നേ കോൺ മാതിരി വേണ്ട. ഇപ്പോഴത്തെ മോഡല് പുറത്തേക്ക് തള്ളിയിട്ട് ബോക്സ് അതുപോലെ തന്നെയാ. ലൈറ്റ് കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ട് വേണമല്ലോ. അങ്ങനെ മതി. ഇതിപ്പം വരുമ്പോ ഇതിന്റെ ഈ ഷെയ്ഡിന്റെ ഇതിലൂടെ ലൈറ്റ് വരും. ഇതിന്റെ ഈ എഡ്ജിന്റെ ഇതിലൂടെ ലൈറ്റ് കുഞ്ഞു കുഞ്ഞു സ്പോട്ട് ലൈറ്റ് വരും. പിന്നെ ഈ സ്ട്രക്ചർ ഓക്കെ ആണോ? ഈ സിറ്റ് ഔട്ടിന്റെ നമ്മുടെ സ്റ്റെപ്പില്ലേ, സ്റ്റെപ്പ് ഇങ്ങ് വരെ കൊടുക്കണോ അതോ ഇവിടെ വെച്ച് നിർത്തിയാൽ മതിയോ? മതി. അപ്പൊ നല്ല ഉണ്ട്. ഫുള്ള് വേണമെന്നില്ല. സ്ട്രക്ചർ ഓക്കെ ആണോ? കുഴപ്പമില്ല. അപ്പൊ കളർ എന്തെങ്കിലും ഉണ്ടോ? പെയിന്റ് കളർ അങ്ങനെ പ്രത്യേക പക്ഷെ നല്ലോണം ലൈറ്റ് കളർ മതി. ഡാർക്ക് കളർ വേണം. ഡാർക്ക് കളർ വേണം. നല്ലോണം ലൈറ്റ് അല്ല, നല്ലോണം ഡാർക്കും അല്ല, മീഡിയം. ഇതുമാതിരി ടെക്സ്ചർ വർക്ക് എന്തെങ്കിലും വേണോ ഫ്രണ്ടിൽ? ടെക്സ്ചർ വേണ്ട. ടെക്സ്ചർ വർക്ക് വേണ്ട. ഇപ്പൊ ഇവിടെ നമ്മ ഫുള്ള് സീറ്റ് ഔട്ടിൽ ഫുള്ള് ബ്ലാങ്ക്. അവിടെ ഒന്നും കൊടുത്തിട്ടാ അല്ലേ? ഇവിടെ ഇപ്പം കസേര കൊടുക്കാന്നുള്ള ഇതുള്ളൂ. പിന്നെ ഊഞ്ഞാല് വേണോ? ഊഞ്ഞാല് അത് കൊടുത്തോളൂ.
അതൊന്ന് മേലെ കൊടുക്കുക. മേലെ സ്പേസ് ഉണ്ടല്ലോ. മോളെ 5 മീറ്റർ നീളം ഉണ്ടല്ലോ. ആ ഉണ്ട് ഉണ്ട്. അതുകൂടാതെ ഫ്രണ്ടിൽ കാണുമ്പോ ഒരു ജനലില്ലാത്തോണ്ട് അവിടെ മാർക്ക് ചെയ്യുന്നെടുത്ത് അന്ന് ഞാൻ ഇപ്പോൾ സാധനം കാണിച്ചു തരാം. നമുക്ക് മേലെ പർഗോള കൊടുത്താലോ എന്നാ? മേലെ കുഴപ്പമില്ല, മോള് പ്രശ്നമില്ല. ഓപ്പോസിറ്റ് സൈഡല്ലേ ലാൻഡിങ് വരുന്നു സ്റ്റെപ്പിന്റെ. അപ്പുറ സൈഡായിരിക്കും, അതായത് താഴെ ഇങ്ങനെ കേറും. ഇങ്ങനെ കേറി ഇതിലൂടെ വന്ന് ഈ സൈഡിലായിരിക്കും മേലെ വരുമ്പോൾ ലാൻഡിങ് വരാം. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മ സ്റ്റെപ്പിന്റെ ലാൻഡിങ് കിടന്ന് വരും താഴെ. സ്റ്റെപ്പിന്റെ ലാൻഡിങ് താഴെ എവിടെ ആയിട്ട് വരും? താഴെ ഒരു പ്ലാൻ എടുക്കാം. ഇവിടുന്ന് മുതൽ തുടങ്ങുന്നതാ? ഇവിടെ ആയിരിക്കും തുടങ്ങുക. അതിന്റെ ഈ ഗ്യാപ്പില് ജനൽ നോക്കേണ്ട ഗ്യാപ്പ് ഉണ്ടാവില്ല അല്ലെ? ഇല്ല, ഇത് കേറുന്ന സൈഡല്ലേ. പക്ഷെ അവിടെ പർഗോള വെച്ചാലും പുറത്തെ കാര്യം കാണൂലേ? പർഗോള സെറ്റ് ഔട്ടിൽ ഈ ഏരിയയിലേക്ക് ബോറായിരിക്കൂലേ? അത് പ്ലെയിനാക്കി ഇട്ട് കഴിഞ്ഞാലും അത് കാണുമ്പോ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ടെക്സ്ചർ വർക്ക് കാര്യങ്ങൾ ആഡ് ആക്കേണ്ടി വരും. ചെയ്യേണ്ടി വരും അല്ലേ? ഇവിടെ സീറ്റിങ്ങിനുള്ള സ്പേസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ കവർ ചെയ്ത സീറ്റിങ്ങിനുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, കുഴപ്പമില്ല, അതങ്ങനെ ചെയ്യാം. ഈ മോഡൽ അല്ലാതെ വേറെ മോഡൽ ഉണ്ടോ കാണിക്കാൻ വേണ്ടിട്ട്? വേറെ ഇപ്പൊ നമ്മൾ ഇതാണ് മോഡൽ ചെയ്തേക്കുന്നത്. സാറിന്റെ ബോക്സ് ടൈപ്പ് മിനിമൽ ആയിട്ട് ഒത്തിരി വർക്ക് വേണ്ടെന്നുള്ളൊരു രീതിയിൽ പറഞ്ഞുകൊണ്ട് മിനിമൽ ആയിട്ടാണ് ചെയ്തത്. ഇല്ലെങ്കിൽ സാറിന് എന്തെങ്കിലും റെഫറൻസ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമുക്ക് ഷെയർ ചെയ്ത് നമ്മൾ അതുപോലെ ചെയ്യാൻ നോക്കാം. തൽക്കാലത്തേക്ക് നിൽക്കട്ടെ, ഞാൻ നോക്കട്ടെ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വാട്സപ്പിലിട്ട് അയച്ചു തരാം. ഇപ്പം ഈ കാണിച്ചേക്കുന്ന ഓക്കെ അല്ലേ? ഓക്കെ, പക്ഷെ മോളില് പ്ലെയിൻ ഒഴിവാക്കി പാർക്കോട് കൊടുക്കാൻ പറ്റുക? അവിടെ വേറെ എന്തെങ്കിലും പറ്റുക? പക്ഷെ തായും പ്ലെയിനും മുകളിലും പ്ലെയിൻ ആകുമ്പോ മേലെ പർഗോള വെച്ച് അങ്ങനെ ഇരിക്കുന്ന കാണിക്കാം. എത്ര എണ്ണം? 3 എണ്ണം മതിയോ? 3 കാലം ചെറുതാണ്. മേലെ പർഗോള വെച്ച് അങ്ങനെ ഇരിക്കും. അത് നല്ലുണ്ടല്ലോ, കുഴപ്പമില്ല. സ്റ്റെയറിന്റെ ടോപ്പിൽ വരുന്നല്ലേ ഇത്? അതെ, സ്റ്റെയറിന്റെ ടോപ്പിൽ വരുന്നത്. വീതി കുറച്ച് കുറക്കാലോ, അത്ര വീതി ഇല്ലാതെ. വീതി കുറയ്ക്കുമ്പോ എണ്ണ ഒന്നുകൂടി കൂടും. കുഴപ്പമില്ല. ഇത് കാണുമ്പോ വലുതായിട്ട് ജനലിന്റെ ഈ ടൈപ്പ് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സിറ്റ് ഔട്ടിന്റെ ഇവിടെ ഹാൻഡ് റെയിൽ അല്ല കൊടുത്തേക്ക്, ഒരു ഭിത്തി കൊടുത്തിട്ട് അതിനൊരു റൗണ്ട് ഹോൾ ഇട്ടേക്കും. അത് വേണോ ഇതുപോലെ ഹാൻഡ് റെയിൽ മതിയോ? ഇത് കുഴപ്പമില്ല, നല്ലുണ്ട്.
അല്ലെങ്കിൽ താഴ്ന്ന് വരുന്ന അതെ ഈ സൈഡ് വരുന്ന കൂടി കംപ്ലീറ്റ് ആക്കണം. ഇങ്ങനെ മതി, ഡിസൈൻ ഇങ്ങനെ മതി, കുഴപ്പമില്ല. കളറ് വൈറ്റ് മതി. ഒത്തിരി വൈറ്റ് ആഡ് ചെയ്യണം, അത് വേറെ സെപ്പറേറ്റ് കൂടെ കളർ ചെയ്തെല്ലാം വേണം. ഇതിന്റെ പുറത്തേക്ക് വെളിയിലത്തെ പെയിന്റ് വൈറ്റ് വേണ്ട. വൈറ്റ് ഇപ്പൊ ഇതിന്റെ ആഡ് ആക്കിയേക്കുന്ന ഒരു നമ്മുടെ മഞ്ഞല്ല, ചാരയും മഞ്ഞയും കുറച്ച് ചാരയില്ല, മഞ്ഞക്കകത്ത് ഇത്തിരി ഡാർക്ക് നോക്കുമ്പോ ഒരു കളർ വരില്ലേ, അങ്ങനത്തെ മതി. വൈറ്റ് വേണം. വൈറ്റ് ഇപ്പൊ എല്ലായിടത്തും വൈറ്റ് തന്നെ, വൈറ്റ് തന്നെ. പിന്നെ ഇതിന്റെ മറ്റേ കോസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു തരുമല്ലോ, ഏകദേശം ആവുന്ന വാർപ്പിന് മുമ്പ് എത്ര ആവും, അല്ലെങ്കിൽ ഫുൾ ഫിനിഷിംഗിൽ എങ്ങനെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ അതെല്ലാം പറഞ്ഞു തരുമല്ലോ. പർഗോളത്തിന് കുറച്ച് ചെറുതാക്കിട്ട് ഏകദേശം ഒരു അരടി ഗ്യാപ്പ് മതി തോന്നുന്നു, 7 ഇഞ്ച് ഫിനിഷിംഗില്. അതായത് വീട് പണിയുമ്പോ മൊത്തം എത്ര രൂപ ആവും? ഹലോ, സ്ട്രക്ചർ ഓക്കെ ആണോ? ഇത് കളറൊക്കെ ഓക്കെ ആണോ? അപ്പൊ നമുക്ക് റെൻഡ്രോട്ട് എടുക്കാലോ. റെൻഡ്രോട്ട് എടുക്കാലോ. പിന്നെ ഇതിന്റെ കോസ്റ്റിന്റെ കാര്യം ചോദിച്ചായിരുന്നില്ലേ? അതൊന്ന് ബിനോദ് സാറിനോടുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. അതൊക്കെ സാറിന്റെ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഞാൻ സാറിനോട് കോണ്ടാക്ട് ചെയ്യാൻ പറയാം കേട്ടോ. ഓക്കെ, ശരി, താങ്ക് യു.